പ്രചാരണം രണ്ടാം റൗണ്ടിലേക്ക് കടന്നതോടെ ആറന്മുളയിലെ UDF സ്ഥാനാർത്ഥി അബിൻ വർക്കി തികഞ്ഞ വിജയപ്രതീക്ഷയിൽ. ആറന്മുളയിൽ UDF മത്സരിക്കുന്നത് CJP മുന്നണിയോട് ആണെന്ന് അബിൻ വർക്കി പറയുന്നു. സ്ഥാനാർത്ഥി പ്രഖ്യാപനം വൈകിയാണ് വന്നതെങ്കിലും അബിൻ വർക്കി ആറന്മുളയിൽ പ്രചാരണത്തിൽ മുൻപന്തിയിലേക്ക് എത്തിക്കഴിഞ്ഞു. പ്രചാരണം ചൂടുപിടിച്ചതോടെ മണ്ഡലം LDF-ൽ നിന്നും തിരിച്ചു പിടിക്കുമെന്ന ആത്മവിശ്വാസത്തിലാണ് അബിൻ വർക്കി. ഇക്കുറി മണ്ഡലത്തിന്റെ മനസ്സ് തനിക്കൊപ്പമായിരിക്കുമെന്നും അബിൻ വർക്കി പറഞ്ഞു. വളരെ ആത്മവിശ്വാസമാണുള്ളത്. ഓരോ ദിവസം കഴിയുന്തോറും ജനങ്ങളുടെ ഭാഗത്തു നിന്നുള്ള റെസ്പോൺസ് വളരെ പോസിറ്റീവാണ്. അതുകൊണ്ട് വിജയിക്കുമെന്നുള്ള ആത്മവിശ്വാസവും ശുഭപ്രതീക്ഷയിലുമാണുള്ളത്. കേരളത്തിലുടനീളം തന്നെ ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി യുവാക്കൾ ശബ്ദമുയർത്തുന്നുണ്ട്. പ്രതീക്ഷയാണ് ഐക്യജനാധിപത്യ മുന്നണി അധികാരത്തിൽ വരണമെന്നുള്ളത്. സർക്കാരിന്റെ ഒരു ദുർഭരണം അത് കേരളം നന്നായി ചർച്ച ചെയ്യുന്നു. ഇവിടുത്തെ ജനപ്രതിനിധി കഴിഞ്ഞ 10 കൊല്ലം ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് വളരെ കൃത്യമായി ചർച്ച ചെയ്യപ്പെടുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ ശുഭപ്രതീക്ഷയിലാണ്, ആത്മവിശ്വാസത്തിലാണ്. ഞങ്ങൾക്ക് വിജയിക്കാൻ സാധിക്കുമെന്നുള്ള ഉറച്ച വിശ്വാസം ഞങ്ങൾക്കുണ്ട്. ആറന്മുളയിൽ LDF-ഉം BJP-യും ഒരുമിച്ചുള്ള CJP മുന്നണിയോടാണ് UDF-ന്റെ പോരാട്ടമെന്നും അബിൻ പരിഹസിച്ചു. അവർ ഒരുമിച്ച് വോട്ട് മറിച്ചാലും UDF വിജയിക്കുമെന്ന് അബിൻ വർക്കി പറയുന്നു. ഇപ്പോൾ വോട്ട് ചെയ്യുന്നത് നമ്മളാരും കൈപിടിച്ച് വോട്ട് ചെയ്യിപ്പിക്കണമല്ലോ. നമ്മൾ നമ്മളുടെ ചില നയങ്ങൾ വെക്കുമ്പോൾ ആ നയങ്ങളോട് ചേർന്ന് നിന്ന് ഈ രാജ്യത്ത് സിറ്റിസൺ ആയിട്ടുള്ള ആളുകൾ വോട്ട് ചെയ്യുന്നതാണ്. പക്ഷെ ഇതിന്റെ പ്രധാനപ്പെട്ട പ്രശ്നം എന്താണ്? SDP ആരുമായിട്ടാണ് ഡീലുണ്ടാക്കിയിരിക്കുന്നത് CPM-ഉമായിട്ടാണല്ലോ. അവരുമായി ചർച്ച നടത്തി എന്നുള്ളത് വളരെ വ്യക്തമാണ്. പല മണ്ഡലങ്ങളിലും ഇൻഡയറക്റ്റ് ആയിട്ട് അവർക്ക് വോട്ടുകൾ കൊടുക്കാൻ പറഞ്ഞു എന്നുള്ളത് വളരെ കൃത്യമാണ്. അപ്പോൾ ആ വിഷയത്തിൽ കോൺഗ്രസിനോട് ചോദിച്ചിട്ട് കാര്യമില്ല. ഇതിനകത്ത് ഏതൊരു സ്ഥാനാർത്ഥിക്കും പറയാൻ പറ്റുന്നൊരു പൊസിഷൻ ഇതാണ്. ഒരു വർഗീയ കക്ഷികളുടെ വോട്ട് നമ്മൾ മേടിക്കില്ല. പക്ഷേ ഏതെങ്കിലും ഒരാൾ വോട്ട് ചെയ്യാൻ തീരുമാനിച്ച് വോട്ട് തരുന്നു എന്ന് പറയുമ്പോൾ ആ വോട്ടുകളൊന്നും വേണ്ട എന്ന് പറയാനും പറ്റില്ല. റോഡ് ഷോയും നഗര കേന്ദ്രീകൃത വോട്ടഭ്യർത്ഥനയും പൂർത്തിയാക്കി ഗ്രാമീണ മേഖലയിലേക്കും തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകളിലേക്കും കടക്കുകയാണ് UDF ക്യാമ്പ്. യൂത്ത് കോൺഗ്രസും KSU പ്രവർത്തകരും അബിൻ വർക്കിയുടെ പ്രചാരണം ക്യാമ്പസുകളിൽ ഉൾപ്പെടെ സജീവമാക്കിയിട്ടുണ്ട്. ന്യൂസ് മലയാളം, പത്തനംതിട്ട.